ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുക്കോക്ക് ഐലൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പം ഒന്നാമത്തെ ദിവസം ഞാൻ ആ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണേണ്ടവർക്ക് കാണാം. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാനിവിടെ വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി വയ്യ ഇറങ്ങി. ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു 30 മിനിറ്റ് 35-40 മിനിറ്റ് ഓടിക്കാനുണ്ടായിരുന്നു. വണ്ടി അടിച്ച് പറപ്പിച്ചാണ് പോയത്. അങ്ങനെ എൻ്റെ കൂടെ ഒരു ചേച്ചിയുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ കൂടിയിട്ടാണ് ഇന്ന് ഫുക്കോക്ക് ഐലൻഡിലോട്ട് പോകുന്നത്. ഫുക്കോക്ക് ഐലൻഡല്ല, നമ്മുടെ വിയറ്റ്നാമിലെ സഫാരി പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ സഫാരി പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയായിരിക്കും, അതായത് ആനിമൽസ് ഒരു സൂ ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പാണെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കിതിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടൂർ ഗ്രൂപ്പുകാർ ഓൾറെഡി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം, അതിന് മുമ്പും ടിക്കറ്റ് എടുക്കാം. അങ്ങനെ സഫാരി പാർക്കിലോട്ട് പോകുന്നതാണ്. പോകുന്ന വഴിയാട്ടോ ഇത്, ഉള്ളു കാടാന്ന് തോന്നുന്നു. അങ്ങനെ പോവാണ്. ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു ബോർഡ് കണ്ടു. ഇവിടുന്ന് കുറച്ച് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങാണ്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം സഫാരി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതേണ്ട ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ കോണിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ വെച്ചാൽ മതി. വണ്ടി ആരും എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല, സേഫാണ്. നമുക്ക് ഇവിടെ നിന്ന് വരുന്നവർക്ക് റെൻ്റ് എടുത്തിട്ട് വണ്ടിയിൽ കറങ്ങുന്നതാണ് ഏറ്റവും സേഫ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ വേണ്ട സഫാരി പാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ടിക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് ഏതായാലും പോയി നോക്കാം. ടിക്കറ്റ് എടുക്കുന്നവർക്ക് നല്ല യൂണിഫോമൊക്കെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇത് ഞാൻ കയറിയ പാടെ ആദ്യം കണ്ടത് നമ്മുടെ ഫ്ലെമിംഗോസ് ആണ്. അത് നല്ല രസമുണ്ട് കേട്ടോ. ഓറഞ്ചോ പിങ്കോ ഒരു നിറമാണ് കേട്ടോ. ഇതിന് മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. അടിപൊളി സാധനം. പിന്നെ അങ്ങോട്ട് അങ്ങനെ നടന്നു. അപ്പം ഞാൻ ബോർഡൊക്കെ നോക്കിയിട്ട് ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഞാൻ കയറി പാടെ കുറച്ച് ഞാനും ചേച്ചിയും കൂടെ കൂടുതൽ അങ്ങോട്ട് നടന്നു നടന്നപ്പോൾ എന്തൊക്കെയോ പിള്ളേരൊക്കെ അടിച്ചൊക്കെ വരുന്നുണ്ട്. ഇവന്മാരിതൊന്നും കണ്ടിട്ടില്ലേ. പിന്നെ വേറെ എന്തൊക്കെയോ കുഞ്ഞു ജീവികളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഒരു ഗുഹയിലാക്കി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ കുറേ നേരം നോക്കി നടന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അങ്ങനെ നമ്മുടെ സ്വന്തം ഗൊറില്ലയല്ല ചിമ്പാൻസി ഒന്നും ദൂരെ ഉണ്ട് കേട്ടോ. ഇച്ചിരി ഇതാണ് അവിടെ ഇപ്പുണ്ട്. ഇത് ഫുള്ള് ഒരു കാട് പോലെ ഉണ്ടാക്കിയേക്കും കേട്ടോ. അതായത് നമ്മൾ ഇതിനകത്ത് കൂട്ടിലൊന്നും ഒരു സാധനത്തിന് ഇട്ടിട്ടില്ല. അതായത് ഇവിടുത്തെ ആനിമൽ സഫാരി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. നമ്മൾ എന്നിട്ടൊരു ബൗണ്ടറി വെച്ചേക്കുവാണ്. അല്ലാതെ ഒരു ജയിൽ പോലെ ആക്കിയിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അതായത് നടന്നാലൊന്നും ഈ സാധനം എവിടെയും തീരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി വിളിച്ചോ, അല്ലെങ്കിൽ വണ്ടി ഏതായാലും ഇവിടെ കാണും. ഇതിലൂടെ ഒരു ട്രാം പോലത്തെ സാധനമുണ്ട്. അപ്പോൾ ആ ട്രാമിൽ കയറി പോവാണ് നമുക്ക്. അങ്ങനെ ട്രാം കിട്ടി കേട്ടോ. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ട്രാം കിട്ടുന്നത്. അങ്ങനെ ട്രാമിൽ കയറി ഞങ്ങൾ പോവാണ്. ഇപ്പം ട്രാമിൽ കയറിയപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വണ്ടിയിലോട്ട് കയറും. അവിടെ നിന്ന് അവർ വേറെ നമ്മൾ വണ്ടിയിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഓരോ ഇങ്ങനെ വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറേ ആനിമൽസിനെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റും. അടിപൊളി തന്നെ, സൂപ്പർ. അങ്ങനെ പോവാ കേട്ടോ. എന്തൊക്കെയോ ആനിമൽസ് ഉണ്ട്. ഇത് നമ്മുടെ ഗൂസാന്ന് തോന്നുന്നു അല്ലേ? കുതിരയോ വരയാടാ, എന്തോ ഒരു തരം ആട്. ഇത് ഈ ബസ്സിലുണ്ടെന്ന് പറഞ്ഞ് ഈ ബസ്സിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമുക്കത് കേൾക്കാം. ഇതെന്ത് ആനിമൽസ്, ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അങ്ങനെയൊക്കെ കേൾക്കാം. അത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് അടിച്ചു. വേറെ സ്ഥലത്ത് നമ്മൾ നേരെ പോയത് പാമ്പൊക്കെയാണ്. അല്ല, ഇവിടെയൊക്കെ നിന്നപ്പോൾ എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു ചെറിയ ബോറടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സാധാരണ കണ്ട ആനിമൽസൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. പക്ഷേ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ടോ, എന്നാന്ന് പോയി നോക്കാം. ഇത് തന്നെ കടുവേനെ കണ്ടു കേട്ടോ. ഹലോ ഗൈസ്, കടുവേനെ കണ്ടു. പക്ഷെ കടുവ അങ്ങ് ഉള്ളിലാണ്. ഇവനെന്ത് കാണിക്കുക? ഒട്ടകം. ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിറാഫ്. ഇനിയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ബസ്സിൽ കയറിയിട്ട് പോയാലേ നമുക്ക് നല്ല വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ബസ്സിനകത്തും വൈൽഡ് ആനിമൽസ് പുറത്തും അങ്ങനത്തെ അവരുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. കാരണം അവരെ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഗൈഡ് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട് എന്തൊക്കെ ആനിമൽസാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെയുണ്ട്. അപ്പോൾ ഓരോ ടെറിട്ടറി പോലെ ഉണ്ടാക്കി വെച്ചേക്കുമോ ഓരോ ആനിമൽസിനും. ഇത് മാന്, നിങ്ങൾക്കറിയാലോ. പിന്നെ ഞാൻ ഇങ്ങനെ മാന് പുലി എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാ കണ്ടു.
ആ ഇതേണ്ട നമ്മുടെ കടുവയാണ് ഇത് കേട്ടോ. കടുവ പക്ഷേ ഒരു മൈൻഡില്ല കേട്ടോ, നമ്മൾ നോക്കുന്നൊന്നുമില്ല. നമ്മൾ ബസ്സിനകത്താണ്, പക്ഷേ ഇത് നമ്മൾ അടുത്ത് തന്നെ, നമുക്ക് അടുത്ത് കാണാൻ പറ്റും കേട്ടോ. ഇത് അത്ര ഗ്യാപ്പൊന്നുമില്ല. ദേവൻ കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു. കരടിക്ക് ഡ്രൈവർ പഴം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് കാണാനും പറ്റില്ല. ഞാൻ ഇപ്പുറത്തെ കരടീനെ നോക്കുമായിരുന്നു. ഡ്രൈവർക്ക് പഴം കൊടുത്തായിരുന്നു. ഡ്രൈവർ എന്നിട്ട് കരടി ആ പഴം തന്നിട്ടുണ്ട്. ദൈവമേ, ഇതൊക്കെ വന്ന് ചില്ലടിച്ച് പൊട്ടിച്ച് കയറുവന്നു. നല്ല സൂപ്പർ താനം. മറ്റൊരു മൈൻഡില്ല, ഇവൻ കിട്ടുവാണ് കേട്ടാ. കരടി തന്നെ എനിക്ക് തോന്നുന്നു ഇവനാണ് ഏറ്റവും വലിയ ലേസി. അതായത് മടിയനാണ്. ഈ സിംഹങ്ങൾ അധികം അനങ്ങൊന്നുമില്ല, അവിടെ എവിടെയെങ്കിലും തിന്നിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. പണിയെടുക്കത്തില്ല, ഇങ്ങനെ നിൽക്കൂടെ. എന്നാ പണിയെടുക്കാനല്ലേ, ഇവനൊക്കെ സുഖം തിന്നങ്ങ് നിന്നാ പോരെ. ഓ രാജാവ്. ഇതെന്തോന്ന്, നമ്മുടെ റൈനോ സീനാ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ റൈനോയുടെ കൂടെ വേറെ എന്തോ അനിമൽസിനെ കൂടെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. സീബ്രയും റൈനോയും ഒക്കെ ഒരുമിച്ചാണ്. കാരണം അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും കൊടുത്തില്ല. ഇതേണ്ടേ ഒരുത്തർ റോട്ടി വന്ന് നിൽക്കുക. ഇവൻ റോട്ടി നിൽക്കുന്ന കാരണം ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് അവൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അതായത് റൈനോ ചില സമയങ്ങളിൽ ബസ്സിനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. വേറെ ഒരു അനിമൽസിനെ അങ്ങനെ അറ്റാക്ക് ചെയ്യത്തില്ല റൈനോ ബസ്സിനെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ പുറകോട്ട് നേരെ തിരിഞ്ഞിട്ട് വേറെ വഴി കയറി. അതേണ്ടേ അടുത്തവൻ. കുറേ റൈനോ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്കൊന്ന് ഇവിടെ ഏറ്റവും കൂടുതലുള്ള അനിമൽ റൈനോ എന്ന് തോന്നുന്നു. ഇതെന്ത്, ഓസ്ട്രിച്ച് ആണ്, ഒട്ടകപക്ഷി. കൊള്ളാം, കിടു. ഇത് മാനിൻ്റെ വേറെ എന്തോ സാധനമായിരിക്കും. ഇതുണ്ട് ജിറാഫ് നടക്കുന്നു. ജിറാഫ് ഒരു രസം തന്നെ കേട്ടാ, പറയാൻ വയ്യ, അടിപൊളി. കൊള്ളാം, ഇത് അടിപൊളിയാണ്. അങ്ങനെ ഞാൻ കുറേ അനിമൽസിനൊക്കെ കണ്ടു കേട്ടോ. ജിറാഫൊക്കെ നല്ല. പിന്നെ സീബ്ര ഉണ്ടായിരുന്നു, പക്ഷേ സീബ്ര എവിടെ പോയോ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് സീബ്ര ഉണ്ടായിരുന്നു ഇവിടെ. ജിറാഫ് ഉണ്ട് കുറേ ജിറാഫ്. ഇത് വെള്ളം എന്തോ കുടിക്കുകയാണ് കേട്ടോ, നല്ല ദശയാണ്. അതല്ലേ സീബ്രേനെ കിട്ടുവാണെങ്കിൽ നല്ല ഫ്രൈ ആക്കാൻ തോന്നുന്നത്. കാരണം നല്ല ഇറച്ചിയുണ്ട് സീബ്രയ്ക്ക്, അത്രയും നല്ല സൂപ്പറാ. ഞാൻ ചുമ്മാ പറയുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സാധനമാണ് അവർ പറയുന്നത് കൗ, അതായത് പശു, പക്ഷേ കൊമ്പൻ പശു. അല്ല, അങ്ങനെ ഞങ്ങൾ ആ ബസ്സൊക്കെ അവിടെ വിട്ട് നേരെ കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളും വീഡിയോസെല്ലാം എടുത്തു നേരെ പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ ഇറ്റലിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ വിയറ്റ്നാമിൽ തന്നെ. നമ്മുടെ വെനീസൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ്. വിൻവണ്ടേഴ്സ് അങ്ങനെ കണ്ട അതിൻ്റെ പേര്, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇനി അങ്ങോട്ടാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.